ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അഭിയാണ് കാണിക്കുന്നത്. അഭിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ജലജ അങ്ങോട്ട് വരടാ, നീ ഇരുന്നോ, അവളെ കള്ളിയാക്കാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അവളിപ്പോൾ കള്ളിയായില്ലെന്ന് മാത്രമല്ല പ്രശസ്തിയാവുകയും ചെയ്തു. എന്നിട്ട് പോരാത്തതിന് നയന കളക്ഷൻസ് എന്നൊരു പേരും. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നിന്റെ കാര്യം. നിന്നെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ച അത് നീ ചെയ്യുവോടാ? ഇപ്പം തന്നെ നോക്ക്, ആ നയനയെ നീ ഉയരങ്ങളിലെത്തിച്ചു. വേണ്ടായിരുന്നു റാബി, നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയിട്ട് വഴക്കുറയും. എൻ്റെ അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാനാ ഇതെടുത്ത് അവളുടെ ബാഗിലേക്ക് വെച്ചതാണ്. അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ആ ബാഗ് പോയി, ആ പെട്ടി പോയി അവൻ്റെ ബാഗിലോട്ട് കയറിയിട്ടുണ്ടാവും അല്ലേ, നടന്നു പോയി. കാരണം ജ്വൽ ബോക്സിന് കാലും കൈയും ഉണ്ടല്ലോ. അത് കേട്ടതിൻ്റെ അമ്മ, ഈ സമയത്ത് എന്നെ കളിയാക്കരുത്. എനിക്കിത് കേൾക്കുമ്പോൾ സഹിക്കണില്ല. എന്തൊരു കഷ്ടമാണ് ഇത്, വല്ലാത്തൊരു കഷ്ടം തന്നെയാ. ഷോ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഓർക്കുമ്പോഴാണ് ഒരു പിടിയും കിട്ടാത്തത്. മനുഷ്യന് നല്ല കലി വരുന്നുണ്ട്. അവൾ ഇത്രയും ഉയരങ്ങളിലെത്തി. അവൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 100-ൽ 1 അംശമെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിലോ. നിനക്ക് കിട്ടും ഓലക്കട മൂട്. ദേ, നീയാണിത് ചെയ്തതെന്ന് ആദർശോ നയനയോ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ തീർന്നു. ആദർശ് അറിഞ്ഞാൽ നീ ജ്വല്ലറിയുടെ പുറത്തുനിന്ന് പോവും. പിന്നെ ഇവിടെ മുത്തശ്ശനാട് അറിയതെങ്കിലോ, നീ മൂർത്തീസ് ജ്വല്ലറിന്ന് മാത്രമല്ല അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകും. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഇനിയും അവൾക്കിട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴൊക്കെ നമുക്കിട്ട് പണി കിട്ടുന്നതേ ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ അഭി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഷോ, എന്നാലും എന്തൊരു കഷ്ടമാണ്. നീ ചേട്ടനെ ഓവർടേക്ക് ചെയ്യാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചു. അവൻ കെട്ടാൻ പോകുന്നവളെ കെട്ടി. എന്നിട്ട് ചൂണ്ടയിൽ കുടുങ്ങിയത് എന്താ? മീനല്ല, വിഷപ്പാമ്പാണ് നിന്റെ ചൂണ്ടയിൽ കുടുങ്ങിയത്. നവ്യ എന്ന് പറയുന്ന ഒരുത്തി. പോടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗർഭിണിയായിട്ട് നിറവയറോടുകൂടി ഇരിക്കും അവള്. ഇനി അവൾക്ക് വന്ന് ജനിക്കുന്ന കുഞ്ഞങ്ങാനും 4 കാലിലാണ് വന്ന് ജനിക്കുന്നെങ്കിൽ തീർന്നു അതോടുകൂടെ എല്ലാം. അല്ലെങ്കിൽ തന്നെ അനന്തപുരിയിൽ ഒരു മര്യാദയും നമുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ആകെ ഇതായിട്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ അഭി, അമ്മേ, എന്തിനാ അമ്മേ വെറുതെ എന്നെ ഇങ്ങനെ ഇട്ട് കുറ്റം പറയുന്നേ? ഞാൻ അമ്മയെ എന്തെങ്കിലും ചെയ്തോ? നീ എന്നെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് നിനക്ക് ചെയ്തുവിടടാ. ഷോ, എന്നാലും ഞാൻ കരുതിയില്ല അവൾ ഇത്രയ്ക്ക് പ്രശസ്തിയാവുമെന്ന്. വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ അഭി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവുക. അപ്പോൾ ജലജ, ഇനിയെങ്കിലും അവളെയും ആ നവ്യയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എന്താ ഒരു വഴി? ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ്. നയന ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആദർശം അങ്ങോട്ട് വരിക. അതേ നയനെ, നിനക്ക് വേണ്ടി ഇപ്പം ന്യൂസ് പറഞ്ഞില്ലേ? ആ പെൺകുട്ടി ആരാന്നറിയാമോ? ട്രീസി ആൻറ്റിയുടെ മോളാ. ട്രീസി ആൻറ്റിയോ? അതാരാ? അവരെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അത് കേട്ടതും, ആണോ ആദർശേട്ടാ? സത്യമാണോ? പിന്നെ സത്യമാണ്, ഞാനെന്തിനാ കള്ളം പറയുന്നേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ന്യൂസ് കൊടുത്തത് അമ്മയുടെ അറിവോടുകൂടി തന്നെയാണെങ്കിലോ? അവളായിട്ട് ഈ ന്യൂസ് കൊടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ അമ്മ അത് പണ്ടേ നിർത്തിച്ചാനായിരുന്നു. ഇത് അമ്മയ്ക്ക് പോലും ഷോക്കായിട്ടുണ്ടാവും എന്നും പറയാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. അമ്മയുടെ അറിവ് കൂടിയാണ് ഇതൊക്കെ സംഭവിച്ചതാ എനിക്കൊരു സംശയം. എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ, സോറി, എനിക്ക് തോന്നുന്നില്ല നയന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ അതേ, എന്നവാ വന്ന് കിടക്ക്, നമുക്ക് ഉറങ്ങണ്ടേ എന്നൊക്കെ പറയാം. ഷോ, എന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വരില്ല നയനെ. അതെന്താ ആദർശേട്ടാ? ഇന്നേ നല്ലൊരു സംഭവമല്ലേ നടന്നിരിക്കുന്നേ. നിന്റെ പേരിന് പത്രത്തിൽ വന്നു, ന്യൂസിൽ വന്നു. ദേ, നീ പ്രശസ്തിയായി. അനന്തപുരിയിൽ മാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിക്കും നീ ഇപ്പം അഭിമാനമാണ്. അത് മാത്രമല്ല, നാളെ എൻ്റെ അമ്മ നടന്നു പോകുമ്പോൾ ദേ നയനയുടെ അമ്മായിയമ്മ പോകുന്നു എന്ന് പറയുന്നത് അമ്മയ്ക്ക് ദേഷ്യമാണെന്നറിയാം. പക്ഷെ എന്നാലും അത് എനിക്കൊരു അഭിമാനമാണ്. പിന്നെ എൻ്റെ നയനയുടെ ഭർത്താവെന്ന് പറയുന്നതും എനിക്കൊരു അഭിമാനം തന്നെയാണ് എന്നൊക്കെ ആദർശ് പറയാം. ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ പറയാം. അമ്മയുടെ മനസ്സിൽ ഇനി എന്തോ ഒരു ദേഷ്യം ഉണ്ടായിട്ടുണ്ടോ എന്തോ. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ വിചിത്ര സ്വഭാവം എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല ആദർശേട്ടാ. എന്താ അമ്മയുടെ വിചിത്ര സ്വഭാവം? അല്ല, ചില സമയത്ത് സ്നേഹം കാണിക്കുന്നു, ചില സമയത്ത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം അഭിനയിക്കുന്നത് പോലെയാണ്. എന്നോട് ദേഷ്യം അഭിനയിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ശരിക്കും ദേഷ്യം കാണിക്കുകയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
പിന്നെ അങ്ങനെ പല കാര്യങ്ങളും അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. വീട്ടിൽ വന്ന് തല താഴ്ത്തി എന്നെ വിളിച്ചുകൊണ്ട് വന്നു. എന്നെ ഓഫീസിലേക്ക് വിട്ടു. അങ്ങനെ പല കാര്യങ്ങളും. അമ്മയുടെ വിചിത്ര സ്വഭാവം കൊണ്ട് ഇപ്പം നിനക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. നാളെ അത് ദോഷം ചെയ്യുമെന്ന് അറിയില്ല. നാളെ നിന്നോട് ചിലപ്പോൾ അമ്മ ഓഫീസിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് കേട്ടതും ഏത് സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാനും ഞാൻ തയ്യാറാ ആദർശേട്ടാ. എനിക്കതിലൊരു സങ്കടവും ഇല്ല എന്നും നമ്മുടെ നയന. അത് കേട്ടതും അതുകൊണ്ട് നീ ഓഫീസിലേക്ക് വന്നേ മതിയാകൂ എന്നൊക്കെ പറയാണ്. അത് കേട്ടതും അതെല്ലാം അമ്മയുടെ തീരുമാനം പോലെ. അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വരത്തില്ല ആദർശേട്ടാ. അമ്മയെ ധിക്കരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ അത് വേറെ കാര്യം. പക്ഷെ അമ്മയെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു മരുമകളായിരിക്കും ഞാൻ എന്നും എപ്പോഴും എന്നൊക്കെ നയന പറയണം. അത് കേട്ടതും നമ്മുടെ ആദർശിന് ഭയങ്കര സന്തോഷമായി. അതെ, ഇന്ന് ഉറങ്ങണോ? കുറച്ച് വൈകി ഉറങ്ങിയാലോ? ഇന്നൊരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ, അതുകൊണ്ട് നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് നയനയെ കെട്ടിപ്പിടിച്ച് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുക. അതിനുശേഷം അവർ രണ്ടുപേരും പതുക്കെ അങ്ങ് കിടക്കുകയാണ്. ഈ സമയം നേരം വെളുത്തതും നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നത്. നന്ദുവും കൂട്ടുകാരനും കൂടെ ഓടാനായിട്ട് വരിക. ഇനി ക്യാമ്പിന് പോകാനുള്ളതാ. അതെ, ട്രെയിനിങ്ങിന് പോകുന്നത് വരെയും ഈ ഓട്ടം നിർത്താൻ പറ്റില്ല. ഫിറ്റ് വേണം, ഇല്ലെങ്കിൽ അവിടെ എടുക്കില്ലല്ലോ. അത് കേട്ടതും നിന്നേക്കാളും ഫിറ്റ്നസ് കുറവുള്ള ആൾക്കാരായിരിക്കും അവിടെ വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട നന്ദു. നിനക്ക് പെൺകുട്ടിയായിട്ട് നല്ല ഫിറ്റ്നസ് ഉണ്ട്. ഇത്രയും ഫിറ്റ്നസ് എനിക്ക് പോലും ഇല്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് ആ ടെസ്റ്റിലും ട്രെയിനിങ്ങിലും ഒക്കെ പാസ്സാകാൻ പറ്റും. നീ നോക്കിക്കോ നന്ദു. അതൊക്കെ ശരി തന്നെയാടാ. പക്ഷെ എന്നാലും എനിക്ക് പോലീസായി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുണ്ട്. അത് കേട്ടതും പക്ഷേ നിന്നെ പോലെയല്ല അനിയുടെ കാര്യം. നീ പഴയ നന്ദുവായിട്ട് മാറിയിട്ടുമില്ല. അനിക്ക് പഴയ അനിയായി മാറാൻ പറ്റത്തുമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അനാമിക എന്ന് പറയുന്നൊരു യക്ഷി അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നല്ലോ. അതിനുശേഷം അവൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു നന്ദു. അതുമാത്രമല്ല, അവൻ ഇപ്പോഴും അനാമികയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്ന പോലുമില്ല. അനന്തപുരിയിൽ താമസിക്കുമ്പോഴൊക്കെ അവനൊരു ജയിലിനകത്ത് കിടക്കുന്ന പോലെ അവനിപ്പോൾ തോന്നുന്നത്. മറ്റുള്ളവരാരും അവനോട് അധികം സംസാരിക്കുന്നില്ല. അനാമികയാണെങ്കിൽ ഏത് നേരവും വഴക്കും പ്രശ്നങ്ങളും. കല്യാണത്തിന് ശേഷം പിന്നീട് അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു. അവൻ്റെ സ്വപ്നങ്ങളില്ലാതെയായി. എല്ലാം അവനിൽ നിന്നും പറിച്ചു മാറ്റിയെടുത്തതാ ആ അനാമിക എന്ന് പറയുന്നവൾ. അത് കേട്ടതും നന്ദു, അങ്ങനെയൊക്കെ അനി നിന്നോട് പറഞ്ഞു അവളെ ഒരിക്കലും ഇഷ്ടമല്ല എന്നും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇതുവരെ ഇനി ഒരിക്കലും ജീവിക്കില്ല എന്നും ജീവിച്ചിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞു. പിന്നെ അവൻ മനസ്സിൽ കൊണ്ടുവരുന്ന ആൾ നീ മാത്രം നന്ദു. നീ ഉണ്ടെങ്കിലേ അവന് സന്തോഷം ഉണ്ടാവും. നീ അവൻ്റെ ജീവിതത്തിലേക്ക് ചെന്നാലേ അവനെന്നും സന്തോഷവും ഒരുപാട് സ്നേഹമൊക്കെ തരാൻ പറ്റും. അതുകൊണ്ട് നീ വേണം അവൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ. അതെങ്ങനെ സാധിക്കോടാ? ഇപ്പോൾ അവന് ഒരുത്തിയുടെ ഭർത്താവാ. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതം തട്ടിത്തെറിപ്പിച്ച് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമോ? എത്രയും പെട്ടെന്ന് തന്നെ അവർ ഡിവോഴ്സാവും. അവൾ അവനെ തേച്ചിട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് പറയുന്നത്. ഇല്ലാതെ എനിക്ക് നിന്നോട് അങ്ങനെ വെറുതെ ഇല്ലാ കഥകൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നന്ദു. എന്തായാലും ഇതൊക്കെ തന്നെയാണ് സത്യം. ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും അനി ഇപ്പോൾ സന്തോഷത്തോടെയല്ല ജീവിക്കുന്നത്. നന്ദു, നീ ഉണ്ടെങ്കിലേ അവന് സന്തോഷം പൂർത്തിയായിട്ട് കിട്ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ശരി അതൊക്കെ ഇനി വിടറ. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. ട്രെയിനിങ്ങിന് പോകണം, പോലീസ് ആവണം, അത്ര മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ സ്വപ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുമ്പോൾ ശില്പ വരിക. ശില്പയെ കണ്ടതും എടാ ഒരു മിനിറ്റ്. ശരി നന്ദു. എന്തായി കാര്യങ്ങൾ? അല്ല, നീ തന്ന നമ്പർ ഞാൻ ചെക്ക് ചെയ്തു. ദേവയാനി അനന്തപുരി എന്ന പേരിലാണ് ആ നമ്പർ എടുത്തിരിക്കുന്നത്. അത് കേട്ടതും നന്ദു ഞെട്ടി. എന്ത്, ദേവയാനി അനന്തപുരിയോ? അതെ. അതാരാ? അതെൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയാ. എന്നാൽ പിന്നെ നിൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയുടെ നമ്പറിൽ തന്നെയാണ് നിൻ്റെ ചേച്ചിക്ക് മെസ്സേജ് പോയിരിക്കുന്നത്. അല്ല, നിൻ്റെ ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മായിയമ്മയുടെ നമ്പർ അറിയില്ല? അതൊക്കെ അറിയാം. പിന്നെ എന്താ അതറിയാതെ പോലെ ചോദിക്കാൻ പറഞ്ഞത്? അതാണ് പിടികിട്ടാത്തത്. ശരി, എന്തായാലും ഞാൻ ചേച്ചി ഒന്ന് വിളിച്ചു ചോദിക്കാം. പക്ഷേ ഈ ദേവയാനി അനന്തപുരിയിൽ നിന്നും ഇങ്ങനൊരു നമ്പർ വരണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? എനിക്ക് ഉറപ്പുണ്ട്. ദേവയാനി അനന്തപുരി ഒന്നെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയുടെ പേരിലുള്ള സിമ്മ്, അതല്ലെങ്കിൽ ആ പേര് വെച്ച് മറ്റാരോ എടുത്ത സിമ്മ്, അതിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. ശരിയടി, എന്നാൽ താങ്ക്സ്. ശരി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ശരി, എന്നാൽ ഞാൻ പോട്ടെ. ശരി. അപ്പോഴേക്കും പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന പെട്ടെന്ന് തന്നെ ഉറങ്ങി എണീറ്റ് കുളിച്ച് റെഡിയായി വരിക. 6 മണിയായി.
6 മണിയായിട്ടും ഈ ആദർശേട്ടൻ്റെ ഉറക്കം നോക്കിക്കണ്ടേ. ഇനിയിപ്പോൾ ഓടാൻ പോക്കുമില്ല, നടത്തവും തടി കൂടി കൂടി വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ അടിക്കുക. അപ്പോൾ ആദർശ് ആരെ ഈ വെളുപ്പം കാലത്ത് ശല്യം ചെയ്യാൻ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും അതേ സമയം 6 കഴിഞ്ഞു കേട്ടോ എന്നും പറയുക. അപ്പോഴേക്ക് ആദർശ് എഴുന്നേറ്റ് അവിടെ നിൽക്കുക. ആരെ വിളിച്ചത്? നന്ദുവാ. അവൾ ട്രെയിനിങ്ങിന് പോകാനുള്ളതുകൊണ്ടേ നടക്കാൻ ഇറങ്ങിയതായിരിക്കും. ഹലോ മോളെ നന്ദു എന്നും പറയാം. ചേച്ചി എന്താ മോളെ? ചേച്ചിയുടെ അമ്മായി അമ്മയുടെ നമ്പർ അറിയില്ല? അറിയാലോ. എന്താ കാര്യം? അതെനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ ചേച്ചി ആ നമ്പർ എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്? ഏത് നമ്പർ? അല്ല ചേച്ചി, അന്ന് ചേച്ചിക്ക് മെസ്സേജ് വന്ന നമ്പർ. അത് ഞാൻ പറഞ്ഞു, അതെൻ്റെ അമ്മായി അമ്മയുടെ നമ്പർ അല്ലല്ലോ. എന്നാ കേട്ടോ, ആ നമ്പർ ആ സിമ്മിൻ്റെ പേരിലുള്ള ആൾ ദേവയാനി അനന്തപുരി എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഒന്നെങ്കിൽ അത് ചേച്ചിയുടെ അമ്മായി അമ്മയുടെ നമ്പർ, അതല്ലെങ്കിൽ ആ പേരിൽ ആരോ വേറെ സിം എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ചേച്ചി സൂക്ഷിച്ചോ. അത് കേട്ടതും നമ്മുടെ നയന ഒന്ന് ഞെട്ടുകയാണ്. സത്യമാണോ നന്ദു നീ പറയുന്നേ? ദേവയാനി അനന്തപുരി എന്നാണോ ആ സിമ്മിൻ്റെ പേര്? ആ സിമ്മിലുള്ള പേര്? അതെ, അത് തന്നെയാണ് പേര്. ശില്പി ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾ എന്നോട് ചോദിക്കുകയും ചെയ്തു സ്വന്തം അമ്മായി അമ്മയുടെ നമ്പർ മരുമകൾക്ക് അറിയില്ലേന്ന്. അത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ സംശയിച്ചതൊക്കെ സത്യമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന എങ്ങനെ ഇരിക്കുക. അല്ല, എന്തായാലും അവിടെ ഒന്ന് അന്വേഷിക്കുക ചേച്ചി. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. വേറെ ആരെങ്കിലും ദേവയാനി അനന്തപുരി എന്ന പേരിൽ സിം എടുത്തിട്ടുണ്ടോന്ന്? ഞാൻ അന്വേഷിച്ചോളാം മോളെ. ഇനി ഇവിടെ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. അതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കാം. അതെ, ഭാവിയിൽ ഒരു SIയോടെ ചേച്ചി പറയുന്നേ. വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ അന്വേഷണം തുടങ്ങാം. വേണ്ട, അനന്തപുരിയിൽ SI ഞാനായിക്കോളാം. ഇവിടെ അന്വേഷണം ഞാൻ തന്നെ നടത്തിക്കോളാം. പുറത്തുനിന്നൊരു പോലീസുകാരത്തിയുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നയന ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. എന്തായിരിക്കും സംഭവം? അമ്മ ഉള്ളിൽ എന്നോട് സ്നേഹം കാണിച്ചിട്ട് പുറമേ ദേഷ്യം അഭിനയിക്കുകയാണോ? അതെ, അന്ന് ഫോണിൽ മെസ്സേജ് അയച്ചത് അമ്മയാണോ? ഇനി വിളിച്ചു പറഞ്ഞ അമ്മയുടെ ശബ്ദം മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടാണോ അങ്ങനെ ചെയ്തത്? എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന നേരെ അടുക്കളയിലേക്ക് ചെല്ലുക. അടുക്കളയിൽ ചെന്നപ്പോൾ ദേവയാനിയും ആ വേലക്കാരി ചേച്ചിയും കൂടെ പണിയെടുത്തോണ്ടിരിക്കുക. ശാന്തേച്ചി എപ്പോഴാണ് വന്നേ? ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ കൊച്ചേ. എന്തായാലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവിടെയാണെങ്കിലും ഇവിടെ നിന്നുള്ള ശമ്പളം എനിക്ക് കൃത്യമായിട്ട് തരുമായിരുന്നു. അതുകൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് എത്രയൊക്കെ ശമ്പളം തന്നിട്ടും ഞങ്ങൾ നിന്നോട് എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും നീ അത് തിരിച്ചു കാണിക്കുന്നില്ലല്ലോ ശാന്തേ. അത് പിന്നെ ചേച്ചി എന്നോട് ദേഷ്യമൊന്നും പെടല്ലേ. എനിക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതുവരെയും അടുക്കളയിൽ തിരിഞ്ഞു നോക്കാത്ത ദേവയാനി ചേച്ചി ഇവിടെ നിൽക്കുന്നു. ആര് പറഞ്ഞു ഞാൻ അടുക്കളയിലൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ദേവയാനി ഞാൻ ചേച്ചി വഴക്കടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല എന്നൊക്കെ പറയാണ്. ഈ സമയമാണെങ്കിൽ നയന ദേവയാനിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ വന്നതാ അമ്മേ. പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലമ്മേ. അതെ, ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരാരും ഞാനിവിടെ വെച്ചു കഴിക്കില്ല. പ്രത്യേകിച്ച് നീ ആണെങ്കിൽ ശരി. അതുകൊണ്ട് കൂടുതൽ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട, കേട്ടല്ലോ. നയന ഒരു പാവ ചേച്ചി, നയനെ എന്തിനെങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എന്നും ആ വേലക്കാരി ചേച്ചി ചോദിക്കുക. അത് കേട്ടതും നയനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ദേവയാനിയുടെ മുഖം ഒന്ന് പുഞ്ചിരി വിടർന്നു കേട്ടോ. അപ്പം നയന അത് ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മുടെ ദേവയാനി നയനയെ നോക്കി. പിന്നെ ഇവള് പാവം, ഇവളെ ഭയങ്കരി. അതെനിക്ക് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. എന്തായാലും ഞാൻ ഈ അടുക്കള കയറിയത് ഈ വീട്ടിലുള്ള ചിലരുണ്ടല്ലോ വിഷം വരെ തരാൻ മടിക്കാത്തവരാ. ഒരു ഗ്ലാസ് പാല് കുടിച്ചതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലായി. അതിനുശേഷം ഞാൻ ജീവിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ ആരെ അടുക്കള കയറ്റിട്ട് എനിക്ക് വിശ്വാസമില്ല. പാലിൽ വിഷം കലർത്തി ഇനിയും തരില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. എന്തായാലും ഞാനിവിടെ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ ആരും ഇവിടെ വന്ന് പണിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അടുക്കളയിലേക്ക് കയറിയിരിക്കുന്നത് എന്നൊക്കെ പറയണ. ഈ സമയം നയന അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പോവുക. അപ്പോൾ നയന ചിരിക്കുന്നുണ്ടപ്പോൾ ദേവേനെ ഇങ്ങനെ നോക്കുക. ദേവയാനും ചിരിക്കുകയാണ്. ഈ സമയം നയന അങ്ങോട്ട് പോയി. അപ്പോൾ വിലക്കാരി അതൊരു പാവം കൊച്ചാ ചേച്ചി. അതൊരു പാവം കൊച്ചാണോ ഇല്ലയോ എന്ന് എനിക്കറിയാം. പിന്നെ നീ പോയി ഭയങ്കരയാവാൻ പറ, അപ്പോൾ അവൾ ഭയങ്കര ആയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നയനയാണ്. എന്തായാലും അമ്മയുടെ മനസ്സിലെ ഇഷ്ടം പൊളിച്ചെടുക്കുഞ്ഞ് അത് പുറത്തു കൊണ്ടുവരണം. മനസ്സിൽ നിറയെ സ്നേഹം വെച്ചിട്ട് പുറത്ത് ഇത്ര ദേഷ്യം കാണിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയണം. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അമ്മേ. നാടകം കളി ഇന്ന് മുതൽ തുടങ്ങാം എന്നും ആലോചിച്ചുകൊണ്ട് നയന നേരെ മുറിയിലേക്ക് പോയി. ആദർശേട്ടാ, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. എന്താ നയനെ, എന്തു പറ്റി? പനി വല്ലതും ഉണ്ടോ? ഇല്ല ആദർശേട്ടാ,
ചെറിയൊരു തലവേദന. പനിയൊന്നുമില്ലല്ലോ, പിന്നെ എന്താ? ആശുപത്രി പോണോ? വേണ്ട ആദർശേട്ടാ, ഇത്തിരി നേരം കിടന്നാൽ ശരിയാവും. ഷോ, എന്നാ നീ കിടന്നോ. എന്നാ പിന്നെ ഞാനും കൂടെ ഒന്നും പോകുന്നില്ല. അയ്യോ അത് വേണ്ട, ആദർശേട്ടൻ വെറുതെ ലീവ് എടുത്തിരിക്കുന്ന എന്തിനാ? പൊയ്ക്കോ. ഇല്ല നയനെ, നിന്നെ ഇവിടെ വയ്യാതിട്ടിട്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല, ചെറിയൊരു തലവേദന, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് മാറും. പിന്നെ എന്തിനാ നീ കാലത്ത് എഴുന്നേറ്റ് കുളിച്ചത്? ആദർശേട്ടൻ ചായ കുടിച്ചോ? ഇല്ല, ഞാൻ തഴപ്പ എടുത്ത് കുടിച്ചോളാം. നിനക്ക് ചായ വല്ലതും വേണോ? വേണ്ട ആദർശേട്ടാ, ആദർശേട്ടൻ പോയിക്കോ എന്നും പറയാ. ഈ സമയം ആദർശ് നയനയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാം. അപ്പോൾ ദേവേനെ ചായയും കൊണ്ടുവരിക ആദർശിന്. എന്നാ മോനെ ചായ. അല്ല, നിന്റെ ഭാര്യ എവിടെ? ഇനി ഞാൻ അവളെ ചായയും കൊണ്ട് ഇവിടെ വന്ന് കൊടുത്താൽ അവൾ കുടിക്കും. എൻ്റെ അമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അവൾ ചായ എടുത്ത് തരാറുള്ളതല്ലേ, പിന്നെ എന്തിനാ അവൾക്ക് അമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നേ? അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾ ഓടി വന്നെടുത്ത് കുടിക്കത്തില്ലേ? അവൾക്ക് വയ്യമ്മേ, സുഖമില്ലാതെ കിടക്കുക. ഈശ്വര, എന്ത് പറ്റി? നിന്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയേ എന്നും ദേവയാനയുടെ ചോദ്യം. അത് പിന്നെ നല്ല തലവേദനയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ദേവയാനയുടെ നെഞ്ചു കിടന്ന് പടപടയ്ക്കാൻ തുടങ്ങി. ദൈവമേ, എൻ്റെ മരുമക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനെ ചോദിക്കുക ആദർശനോട്. എന്താ വയ്യായിക? തലവേദന വരാൻ എന്താ കാരണം? അതൊന്നും എനിക്കറിയില്ലമ്മേ. അവൾക്ക് ഇടക്കിടക്ക് വയ്യാത്ത വരുന്നതല്ലേ, രക്തക്കുറവുള്ളതല്ലേ, അതിൻ്റെ വല്ലതുമായിരിക്കും. അങ്ങനെ വല്ലതും വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടെ? ഇനി എന്തെങ്കിലും വന്ന് ഹോസ്പിറ്റലിലായ നിനക്ക് പിന്നെ ഓഫീസിൽ പോകാൻ പറ്റില്ല. അമ്മ ആശുപത്രി കിടന്നപ്പോഴും ഞാൻ ഓഫീസിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ അമ്മ എന്തിനാ അവളിങ്ങനെ ഏതു നേരം വഴക്ക് പറയുന്നേ? ഇനിയെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ പറയണം. നീ പറഞ്ഞാലൊന്നും അവളനുസരിക്കില്ല, ഞാൻ പറഞ്ഞ അവൾ കേട്ടോളും എന്നൊക്കെ ദേവയാനി പറയാം. അമ്മേ, ഈ സമയത്ത് അവളെ വഴക്ക് പറയല്ലേ അമ്മേ, അവൾക്ക് തീരെ വയ്യ. അങ്ങനെ അമ്മ വഴക്ക് പറയുമ്പോൾ ആ തലവേദന കൂടത്തല്ലേ ഉള്ളൂ. ഇപ്പോൾ വെറുതെ വിട്ടാരെ, പാവല്ലേ അമ്മേ. തലവേദന വരുമ്പോൾ മസാല ചായ കുടിക്കുന്നത് നല്ലതാ. എന്നാൽ പിന്നെ ഞാൻ പോയി അവൾക്കൊരു മസാല ചായ ഇട്ടുകൊണ്ട് വരാം. അതൊന്നും വേണ്ട, നീ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അടുക്കളയിലൊന്നും കയറണ്ട, ഞാൻ ഇട്ട് കൊടുത്തോളാം. നീ ഓഫീസിലേക്ക് പോയിക്കോ എന്നും ആദർശിനോട് പറയുക. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോവുക. ഈ സമയമാണെങ്കിൽ ദേവയാനി, എൻ്റെ മോക്ക് എന്താ പറ്റിയേ? എൻ്റെ ഭഗവാനെ, എൻ്റെ മോക്കൊരാപത്ത് സംഭവിക്കരുതേ. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനുണ്ടെങ്കിൽ എനിക്ക് തന്നോ, എൻ്റെ മോളെ കാത്തോളണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദേവയാനി ചായ ഇട്ടുകൊണ്ട് വരിക. ഈ സമയം നയന ഉറക്കം അഭിനയിച്ച് കിടക്കുകയാണ്. എന്തായാലും അറിയണം, എൻ്റെ അമ്മയുടെ മനസ്സിലെ ഇഷ്ടം എനിക്ക് കണ്ടുപിടിക്കണം. അതിന് ഇതേ ഒരു വഴിയുള്ളൂ. പറ്റിക്കുന്നത് തെറ്റാണെന്നറിയാം, എൻ്റെ അമ്മയെ പറ്റിക്കുന്നതിന് എന്നോട് പൊറുക്കണേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നയനയും കണ്ണുമൂടി കിടക്കുകയാണ്. ദേവയാനി നയനയുടെ അടുത്തെത്തുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.